ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ താരം ഈ കോവയ്ക്കയാണ്. എല്ലാവരും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കോവയ്ക്ക ഫ്രൈയും മെഴുക്ക് വരട്ടിയും തോരനും ഒക്കെ അല്ലേ. നമ്മളിന്ന് വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കോവയ്ക്ക വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇപ്പൊ ഈ കാണുന്നത് പോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു കോവയ്ക്ക 8 പീസായിട്ട് വരുന്നത് പോലെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. നമ്മൾ ഈ അവിയലിനൊക്കെ മുറിച്ചെടുക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഒട്ടും പഴുപ്പാവാതെ ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്കയാണ് നമ്മളുടെ ഇന്നത്തെ ഈ റെസിപ്പിക്ക് അടിപൊളിയായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് 2 ദിവസം ആയതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഒന്ന് പഴുത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കയ്യിലുള്ളതിൽ കൂടുതൽ പഴുത്തതിനേക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി നല്ലതിനെ മാത്രമായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമ്മളുടെ ഉണ്ടായിരുന്ന കോവയ്ക്ക ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും വളരെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആവിയിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് കൂടെ റെഡിയാക്കാം. അതിനായിട്ട് മിക്സർ ജാറിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും 2-3 കറിവേപ്പിലയും ഒരു നുള്ളി ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർത്തിട്ട് 2 സ്പൂണ് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് ചതച്ചെടുത്താൽ മതി. അതായത് നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കുമല്ലോ, ആ പരുവത്തിൽ. കോവയ്ക്ക ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് വരുമല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചതച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ തേങ്ങൻ്റെ അളവും തൈരിൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതലായി എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടും നമ്മൾ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതിനും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ അരപ്പ് കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയെടുത്തിട്ട് എല്ലാം കൂടെ സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. കണ്ടില്ലേ, കോവയ്ക്കൻ്റെ കൂട്ടത്തിൽ ആ അരപ്പൊക്കെ ചേർന്ന് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടുപ്പ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇതുണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഒഴിച്ചുകറി ഇല്ലാതെ ഇത് മാത്രമായിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതുവരെയും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.